ബിജെപിയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കുകയാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനാണ് പത്രിക പുറത്തിറക്കുക. അതിവേഗ റെയിൽ പദ്ധതി പത്രികയിൽ ഇടം പിടിക്കുമോ എന്നതാണ് ആകാംക്ഷ. യുവജനങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ടുള്ള വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഇടം നേടുമെന്നാണ് സൂചന. അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ജനങ്ങളെ വോട്ടർമാരെ കൺവിൻസ് ചെയ്യും വിധത്തിലുള്ള പ്രകടന പത്രികയായിരിക്കുമോ പുറത്തിറങ്ങുക? എന്തൊക്കെയാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും ബിജെപി വലിയ പ്രതീക്ഷകൾ കൂടിയാണ് ഇത്തവണ. സാധാരണഗതിയിൽ മത്സരിക്കുക, ശക്തമായ മത്സരം മറ്റ് മുന്നണികൾക്ക് നൽകുക എന്നതിനപ്പുറത്തേക്ക് ഇത്തവണ ബിജെപി വലിയ പ്രതീക്ഷകൾ കൂടിയാണ്. ഒരുപക്ഷെ ഇരട്ടക്കത്തിലേക്ക് വരെ കടക്കാവുന്ന വിധത്തിൽ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷ ബിജെപി കേന്ദ്രങ്ങൾക്കുണ്ട്. അത് മുന്നിൽ കണ്ടുള്ള ഒരു പ്രകടന പത്രികയാകും ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പുറത്തിറക്കുക. ഇന്ന് അദ്ദേഹം രാവിലെ 10 മണിയോടുകൂടി തലസ്ഥാനത്ത് എത്തുന്നുണ്ട്. 1 മണിക്ക് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബിജെപി ദേശീയ അധ്യക്ഷന്റെ റോഡ് ഷോ ഉണ്ട്. അതിനുശേഷം 1 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. എൻഡിഎ അധികാരത്തിൽ എത്തിയാൽ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുന്ന വികസിത കേരളം മാർഗരേഖയാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അവതരിപ്പിക്കുക. പ്രകടന പത്രിക നിതിൻ നബീനും പുറത്തിറക്കും. ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം എന്ന തലക്കെട്ടോടുകൂടിയാണ് വികസന രേഖ എൻഡിഎ പുറത്തിറക്കുന്നത്. കേരള വികസനത്തിന് കുതിപ്പേകുന്ന നിർദ്ദേശങ്ങൾ മാർഗരേഖയിൽ ഉണ്ടാകുമെന്ന് ബിജെപി അവകാശപ്പെടുന്നു. പ്രകാശ് ജാവ്ദേക്കറും വിനോദ് ധാവഡയും ശോഭാ കരന്തലയും അടക്കമുള്ള ബിജെപി പ്രധാന നേതാക്കളും പങ്കെടുക്കും. വികസിത കേരളം തന്നെയാണ്, മാറാത്തത് മാറുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന് സഹായകമാകുന്ന തരത്തിലുള്ള ഒരു പ്രകടന പത്രികയാകും ബിജെപിയുടെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. പ്രധാനപ്പെട്ട 3 മുന്നണികളിൽ ആദ്യം ഈ മാനിഫെസ്റ്റോ പ്രകടന പത്രിക പുറത്തിറക്കുന്നതും ബിജെപിയാണ്. ഇടതുമുന്നണി ഇതിനെ സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. കോൺഗ്രസും ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. യുഡിഎഫും രണ്ടുപേരുടെയും പ്രകടന പത്രിക ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല. ഏതായാലും ബിജെപിയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും. പ്രകടന പത്രിക മുമ്പ് തന്നെ സ്ത്രീകൾക്ക് സൌജന്യ KSRTC യാത്രയടക്കമുള്ള ക്ഷേമ പെൻഷൻ 3000 രൂപ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയെ കൂട്ടത്തിലെ ഒരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തിയിരുന്നു. അതിനുശേഷം അവരുടെ പ്രകടന പത്രികകളും വരാനിരിക്കുന്നു. 2000 രൂപ പെൻഷൻ കൊടുക്കുന്ന LDF എത്രയാണ് ക്ഷേമ പെൻഷൻ നൽകാൻ പോകുന്നത്? എന്താണ് അവരുടെ പുതിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കുന്ന ഒരു മുന്നണിയാണെന്ന് സ്വയം അവർ അവകാശപ്പെടുന്നു. പല വാഗ്ദാനങ്ങൾ നടപ്പാക്കിയിട്ടുകൊണ്ടിരുന്നത് യാഥാർത്ഥ്യവുമാണ്. ഏതായാലും ഇന്ന് ബിജെപിയുടെ പ്രകടന പത്രിക പുറത്തുവരും. വരും ദിവസങ്ങളിൽ LDFന്റെയും UDFന്റെയും പ്രകടന പത്രികകളും പുറത്തുവരും. പ്രകടന പത്രികകൾ കൂടി വിലയിരുത്തിക്കൊണ്ട് തന്നെയാകും കേരള ജനത വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന പ്രതീക്ഷയാണ് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾക്കും മുന്നണികൾക്കും ഉള്ളത്.